നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ചൈനയിലെ ഉൽപ്പന്നങ്ങൾക്ക് അതീവ തിരിവ് ചുമത്താനുള്ള യുഎസിലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെ പ്രതികരണവുമായി ചൈന. യുദ്ധമാണ് യുഎസ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവസാനം വരെ പോരാടാൻ തങ്ങൾ തയ്യാറാണെന്നും ചൈന. വിരട്ടലും ഭീഷണിയും ചൈനയോട് വിലപ്പോവില്ലെന്ന് പ്രതികരിച്ച് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ്. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ ക്ഷേത്ര പൊങ്കാല ഉത്സവത്തിന് തുടക്കം. രാവിലെ 10:10 ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 13 രാവിലെ 10:15 പൊങ്കാല ചടങ്ങുകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് പൊങ്കാല നിവേദ്യം. പിറ്റേന്ന് രാവിലെ 8 ദേവിയെ അകത്ത് എഴുന്നള്ളിക്കും. രാത്രി 10 കാപ്പഴിക്കും. പുലർച്ചെ 1 നടത്തുന്ന കുരുതി തർപ്പണത്തോടെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും. ഈ വർഷം കുത്തിയോട്ടത്തിനായി 592 ബാലന്മാരാണ് ഉണ്ടാവുക. മാർച്ച് 7 കുത്തിയോട്ട വ്രതം ആരംഭിക്കും. വാളയാർ പീഡന കേസിൽ പെൺകുട്ടികളുടെ അമ്മയും രണ്ടാനച്ഛനെയും കൂടുതൽ കേസുകളിൽ പ്രതിയാക്കി CBI. ഇനി അന്വേഷണം നടക്കാനിരിക്കുന്ന 3 കേസുകളിൽ കൂടിയാണ് ഇരുവരെയും പ്രതി ചേർത്തിരിക്കുന്നത്. സിനിമകളിലെ വയലൻസ് പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് നടൻ ജഗദീഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ അഭിപ്രായത്തെ വിമർശിച്ച് നടനും സംവിധായകനുമായ MA നിഷാദ്. സിനിമകളിലെ അക്രമരംഗങ്ങൾ ആളുകളെ സ്വാധീനിക്കുമെന്നും വയലൻസ് കുത്തിനിറച്ച ഒരു സിനിമയുടെ ഭാഗമായതുകൊണ്ട് ജഗദീഷ് സിനിമകളിലെ വയലൻസിനെ വല്ലാതെ ന്യായീകരിക്കരുതെന്നും നിഷാദ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറഞ്ഞു. സിനിമകളിലെ വയലൻസ് ആളുകളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിലെ നന്മയും സ്വാധീനിക്കേണ്ടേ എന്നായിരുന്നു ജഗദീഷിന്റെ വാക്കുകൾ. ഓസ്ട്രേലിയയ്ക്കായി 15 വർഷത്തെ സേവനം അവസാനിപ്പിച്ച് സ്റ്റീവ് സ്മിത്ത് ഏകദിന ക്രിക്കറ്റ് മതിയാക്കിയിരിക്കുകയാണ്. ബാറ്റർ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും മികവ് പുലർത്തിയ സ്മിത്ത് ഇടയ്ക്ക് വിവാദങ്ങളിലും നിറഞ്ഞു നിന്നു. 2010 ഫെബ്രുവരിയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ആരംഭിച്ച സ്മിത്തിന്റെ ക്രിക്കറ്റ് യാത്രയ്ക്ക് ഒടുക്കം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയോടേറ്റ തോൽവിയോടെ പടിയിറക്കമായി. തോറ്റ മത്സരത്തിലും ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോററാണ് എന്നത് സ്മിത്തിലെ ഇനിയും അവശേഷിക്കുന്ന ക്രിക്കറ്ററെ തുറന്നു കാട്ടുകയാണ്. മതനിരപേക്ഷ കക്ഷികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ലെന്ന് BJPയുടെ പല്ലവി ഏറ്റുപാടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ RSS പ്രചാരക് ആക്കണമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. ബാബറി മസ്ജിദ് പൊളിച്ചതും ഭക്ഷണത്തിന്റെയും വസ്ത്രധാരണത്തിന്റെയും അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ അനേകരെ ചുട്ടുകരിച്ചതും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതുമൊന്നും പിണറായി വിജയന് ഫാസിസമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ സാക്ഷിമൊഴി നൽകാൻ പേടിച്ച കേസിലെ പ്രധാന ദൃക്സാക്ഷി ചെന്താമര അപായപ്പെടുത്തുമെന്ന് ഭയപ്പെട്ടാണ് ഇയാൾ മൊഴി നൽകാൻ വിസമ്മതിച്ചിരിക്കുന്നതെന്നാണ് പോലീസ് നൽകിയ വിവരം. സംഭവ സ്ഥലത്തിന് സമീപം ആടിനെ മേയ്ക്കുന്നതിനിടെ അസ്വാഭാവികമായ ശബ്ദം കേട്ട ഇയാൾ ഓടിയെത്തിയപ്പോൾ ലക്ഷ്മിയെ ചെന്താമര കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ടുവെന്നാണ് പോലീസിനോട് പറഞ്ഞിരുന്നത്. പാർട്ടി സംഘടനാ രംഗത്ത് നിൽക്കുന്ന അംഗങ്ങൾ മദ്യപിക്കരുതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ദുശീലമുള്ളവരെ സംരക്ഷിക്കുന്നവരാരും പാർട്ടിയിൽ ഉണ്ടാകില്ല. സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി ചർച്ച ചെയ്യില്ല. 75 വയസ്സ് കഴിഞ്ഞവരെ പാർട്ടി നേതൃസമിതിയിൽ നിന്ന് മാറ്റുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കനത്ത സുരക്ഷയിലേക്ക് മാറ്റി. കടബാധ്യത താങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് ഉറ്റവരെ കൊലപ്പെടുത്തി മരിക്കാൻ തീരുമാനിച്ചതെന്ന് അഫാൻ ജയിൽ അധികൃതരോട്. ദിവസം 10,000 രൂപ വരെ പലിശയായി നൽകേണ്ടി വന്നെന്നും അത് താങ്ങാൻ കഴിയാതെ വന്നപ്പോഴാണ് എല്ലാവരെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതെന്നും താൻ ആത്മഹത്യ ചെയ്യാത്തതിൽ അസ്വസ്ഥനാണെന്നും അഫാൻ ജയിൽ ജീവനക്കാരോട് പറഞ്ഞു. ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ സിനിമ TV ചാനലുകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചു. A സർട്ടിഫിക്കറ്റുമായി പ്രദർശനാനുമതി നൽകിയതിനാലാണ് തീരുമാനമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ പ്രാദേശിക ഓഫീസറായ T നദീം തുഫൈൽ പ്രതികരിച്ചു. ചിത്രത്തിന് തിയേറ്റർ പ്രദർശനത്തിന് സർട്ടിഫിക്കറ്റ് നൽകരുതെന്നായിരുന്നു കേരളത്തിലെ കമ്മിറ്റിയുടെ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു.